നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 14 ബുധനാഴ്ചയാണ്. തിങ്കളാഴ്ചത്തെ ഇന്ത്യൻ വിപണിയിലെ അതിശക്തമായിട്ടുള്ള നേട്ടത്തിന് ശേഷം ഇന്നലെ ഒരു ഫോളിലേക്കാണ് വിപണി പോയത്. ഇന്ന് ഒരു റിക്കവറിക്കുള്ള സാധ്യതകളാണ് ഗിഫ്റ്റ് നിഫ്റ്റി നമുക്കിപ്പോൾ കാണിച്ചു തരുന്നത്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് US-ഉം ചൈനയും തമ്മിലുള്ള വ്യാപാര ഉടമ്പടി പ്രഖ്യാപിച്ചതിന് ശേഷം തിങ്കളാഴ്ച മുതൽ പ്രതീക്ഷിച്ചതിലും ദുർബലമായ പണപ്പെരുപ്പ കണക്കുകൾ കൂടി പുറത്തു വന്നതോടെ ഇന്നലെയും S&P 500-ഉം നാസ്ഡാക്കും ഉയർന്നു തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ US-ൽ നിന്നും പ്രധാനപ്പെട്ട കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയാണ് ഏപ്രിൽ മാസത്തേത് പുറത്തു വന്നത്. 2.3% ഡാറ്റ പുറത്തു വന്നത്. അതായത് എസ്റ്റിമേറ്റ് ആയിട്ടുണ്ടായിരുന്നത് 2.4%. എസ്റ്റിമേറ്റിനേക്കാൾ കുറഞ്ഞിട്ടാണ് CPI ഡാറ്റ പുറത്തു വന്നത്. പോസിറ്റീവ് തന്നെയായിരുന്നു. തിങ്കളാഴ്ചയാണ് US പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ആ വലിയ പ്രഖ്യാപനം വന്നത്. ചൈനീസ് ഇമ്പോർട്ടുകൾക്ക് 30% താരിഫ് എന്നത് ഏർപ്പെടുത്തുകയുണ്ടായി. 145% നിന്നാണ് 30% ഇപ്പോൾ കുറച്ചിരിക്കുന്നത്. കൂടാതെ ചൈനയിലെ US ഇമ്പോർട്ടുകൾക്ക് 10% താരിഫുമാണ് ഏർപ്പെടുത്തുക. ഏതായാലും ട്രേഡ് വാറുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളെല്ലാം ഇതോടുകൂടി ഒന്ന് ഒതുങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. കൂടാതെ അതിന് ഉദാഹരണമായിട്ട് നാസ്ഡാക്ക് തുടർച്ചയായ 5ാമത്തെ ദിവസവും റാലി ചെയ്തിരിക്കുന്നു. പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ടെക് സ്റ്റോക്കുകൾ നേട്ടമുണ്ടാക്കി. Nvidia 2% ഉയർന്നു. ആമസോൺ തുടർച്ചയായ 5ാമത്തെ ദിവസവും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആപ്പിൾ തുടർച്ചയായ 4ാമത്തെ ദിവസവും പോസിറ്റീവിൽ തന്നെയായിരുന്നു. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ടെക് സ്റ്റോക്കുകൾ ഇൻഫോസിസ് 1.5% ഇടിവിലായിരുന്നു. വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.19% ഇടിവിലായിരുന്നു. HDFC ബാങ്ക് 0.21% ഇടിവിലും ഡോക്ടർ റെഡ്ഡി 1.22% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. US-ൽ 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഇന്നലെ നേട്ടമുണ്ടാക്കി. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ ഒന്നുകൂടി ഉയർന്നിട്ടുണ്ട്. 2% നേട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. $103,000 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് പ്രൈസിൽ ചെറിയൊരു റിക്കവറി ഇന്നലെ കാണാൻ സാധിച്ചു. US ഇൻഫ്ലേഷൻ സോഫ്റ്റൻ ആയതാണ് ഇപ്പോൾ ഗോൾഡ് പ്രൈസുകൾ ഉയരാൻ ചെറിയൊരു കാരണമായത്. 0.54% ഇന്നലെ ഉയർന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 70,840 രൂപയാണ്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള വാർത്തകൾ നമുക്ക് തുടർന്ന് മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ പറയാം. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലോ നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്ന ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റയിലേക്കാണ് ഇനി പോകുന്നത്. ഇന്ത്യയിലെ ചില്ലറ പണപ്പെരുപ്പം ഏപ്രിൽ 3.16% കുറഞ്ഞു. മാർച്ചിൽ അത് 3.34%. 2019 ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്ക് തന്നെയാണിത്. ഭക്ഷ്യ പണപ്പെരുപ്പം കുറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കുറയാനുള്ള കാരണവുമായത്. മാർച്ചിൽ ഭക്ഷ്യ പണപ്പെരുപ്പം 2.69%. ഏപ്രിൽ അത് 1.78% കുറഞ്ഞിരിക്കുന്നത്. അതായത് ഫുഡ് പ്രൈസ് ഇൻഫ്ലേഷൻ 41 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. ഇത് തുടർച്ചയായിട്ടുള്ള 3ാമത്തെ മാസമാണ് RBIയുടെ 4% എന്ന ടാർഗറ്റിനുള്ളിൽ തന്നെ ഇൻഫ്ലേഷൻ നിൽക്കുന്നത്. 2024 ഡിസംബറിലെ 3.6% നിന്ന് ഏപ്രിൽ കോർ പണപ്പെരുപ്പം 4.2% ഉയർന്നു. ഇൻഫ്ലേഷൻ കുറയുന്നത് കൊണ്ട് RBI ഒരു റേറ്റ് കട്ടിലേക്ക് കൂടി പോകുമോ എന്നുള്ളത് തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ മാസം RBI റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ്സ് കുറച്ചിരുന്നു. നിലവിൽ റിപ്പോ നിരക്ക് 6%. ഏതായാലും ഈ ഒരു ഡാറ്റയും ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഡാറ്റ തന്നെയായിരുന്നു. ഗിഫ്റ്റ് നിഫ്റ്റിയും അത് തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നതും. ഇന്നത്തെ പ്രധാനപ്പെട്ട Q4 റിസൾട്ടുകളിലേക്ക് ആദ്യം GSK ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനി 35% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 262.87 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. ഇയർ ഓൺ ഇയറിൽ റവന്യൂവിൽ 4.8% വർധനവും രേഖപ്പെടുത്തി 974.37 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 14.3% ഇടിവും റവന്യൂവിൽ 2.6% വർധനവുമാണ് കാണുന്നത്. അടുത്തത് ഇൻഡോരാമ സിന്തറ്റിക് എന്ന കമ്പനിയാണ്. നെറ്റ് സെയിൽസായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 1198.47 കോടി രൂപയാണ്. അതായത് ഇയർ ഓൺ ഇയറിൽ 32.55% വർധനവാണ് ഇപ്പോൾ നെറ്റ് സെയിൽസിൽ വന്നിരിക്കുന്നത്. ഈ ക്വാർട്ടറിലെ നെറ്റ് പ്രോഫിറ്റ് ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് 51.07 കോടി രൂപയാണ്. ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 226.16% വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബിറ്റ ഉള്ളത് 104.99 കോടി രൂപയിലാണ്.
അതായത് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 852.72% വളരെ വലിയൊരു വർധനവാണ് ഇപ്പോൾ എബിറ്റയിലും വന്നിരിക്കുന്നത്. സ്റ്റോക്കിൽ ഇന്നൊരു പോസിറ്റിവിറ്റി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് സിർമ SGS എന്ന കമ്പനിയാണ്. നെറ്റ് സെയിൽസായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 472.46 കോടി രൂപയാണ്. അതായത് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 35.04% ഇടിവാണ് സെയിൽസിൽ വന്നിരിക്കുന്നത്. പക്ഷേ നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 32.19 കോടി രൂപയാണ്. 2199% വർധനമാണ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബിറ്റയായി രേഖപ്പെടുത്തിയത് 65.82 കോടി രൂപയാണ്. 206% വർധനമാണ് എബിറ്റയിൽ വന്നിരിക്കുന്നത്. അടുത്ത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എന്ന കമ്പനിയാണ്, GRSE. നെറ്റ് പ്രോഫിറ്റ് ഇരട്ടിയായിരിക്കുന്നു. 118.9% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. 244.2 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 61.7% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി 1642 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഫൈനൽ ഡിവിഡൻഡായി കമ്പനി 4 രൂപ 90 പൈസയാണ് പ്രഖ്യാപിച്ചത്. അടുത്ത് ബട്ടർഫ്ലൈ എന്ന കമ്പനിയുടെ റിസൾട്ട്. നെറ്റ് സെയിൽസായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 187 കോടി രൂപയാണ്. അതായത് ഇയർ ഓൺ ഇയറിൽ 12.39% വർധനവാണ് സെയിൽസിൽ വന്നിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 9.03 കോടി രൂപയാണ്. 145% വർധനവാണ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. എബിറ്റയായി പുറത്തു വന്നത് 18.35 കോടി രൂപയാണ്. അതായത് 198.18% വർധനവ് എബിറ്റയിലും വന്നിരിക്കുന്നു. അടുത്ത് തനീജ എയറോസ്പേസ് എന്ന കമ്പനിയാണ്. നെറ്റ് സെയിൽസായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 12.38 കോടി രൂപയാണ്. 51.26% വർധനവാണ് സെയിൽസിൽ വന്നിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 6.12 കോടി രൂപയാണ്. 142.67% വർധനവാണ് ഇപ്പോൾ പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. എബിറ്റയായിട്ട് പുറത്തു വന്നിരിക്കുന്നത് 8.80 കോടി രൂപയാണ്. 86.44% വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രം ഒന്ന് പറയാം. ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ്, ADF ഫുഡ്സ്, അജ്മീറ റിയാലിറ്റി, അപ്പോളോ ടയേഴ്സ്, അസാഹി ഇന്ത്യ ഗ്ലാസ്, ബർജർ പെയിൻറ്റ്സ്, ബ്രിഗേഡ് എൻ്റർപ്രൈസസ്, ക്യാപിറ്റൽ ഇന്ത്യ ഫിനാൻസ്, ഡോളർ ഇൻഡസ്ട്രീസ്, ഐഷർ മോട്ടോഴ്സ്, എക്സൽ ഇൻഡസ്ട്രീസ്, ഗണേഷ് ഹൗസിംഗ് കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, JB കെമിക്കൽസ്, കർണാടക ബാങ്ക്, ഹിറ്റാച്ചി എനർജി, റൈറ്റ്സ്, ടോറൻ പവർ, വാസ്കോൺ എഞ്ചിനീയേഴ്സ്, വിഗാർഡ് ഇൻഡസ്ട്രീസ് തുടങ്ങിയവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് CDSL, മണപ്പുറം ഫിനാൻസ് എന്നിവയാണ്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും തുടർന്ന് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. കോഴ്സിൻ്റെ കണ്ടന്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റുകളെ കുറിച്ചിട്ട്, കൂടാതെ ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച്, അങ്ങനെ ധാരാളം മേഖലകളിലൂടെ കടന്നു പോകുന്ന ക്ലാസ്സുകളാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തൊട്ടുമുകളിലുള്ള ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഡീറ്റെയിൽസിനായിട്ട് ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ച് ഡീറ്റെയിൽസ് എന്ന് മെസ്സേജ് അയയ്ക്കുക. അടുത്തത് FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIs ഇന്നലെ സെല്ലിംഗ് ആണ് നടത്തിയത്. 477 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. DIs ആവട്ടെ 4274 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. അതായത് FIസിൻ്റെ ആ ഒരു കണ്ടിന്യൂസ് ബൈയിങ് ഇപ്പോഴില്ല. അവർ തിങ്കളാഴ്ച ബൈയിങ് ആണെങ്കിൽ ഇന്നലെ അവർ സെല്ലിങ്ങിലേക്ക് പോയി. വെള്ളിയാഴ്ചയും അതുപോലെ അവർ സെല്ലിങ്ങിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.72% ഇടിവിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.28% ഇടിവിൽ. തായ്വാൻ മാർക്കറ്റ് 1.40% നേട്ടത്തിൽ. കോസ്പി മാർക്കറ്റ് 0.60% നേട്ടത്തിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,737 എന്ന നിലയിലാണ്. 100 പോയിൻറ്റ്സിൻ്റെ നേട്ടത്തിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ഇന്ന് നമുക്ക് ഒരു ഓപ്പണിംഗ് ലഭിക്കാൻ സാധ്യതയുള്ളത് 90 മുതൽ 100 പോയിൻറ്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക് ഇന്നലെ ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് 3% നേട്ടമാണ് ഉണ്ടാക്കിയത്. US-ഉം ചൈനയുമായുള്ള താരിഫ് വാർ അവസാനിച്ചതും കൂടാതെ നല്ല ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നതുമാണ് ഇന്നലെ ഓയിൽ പ്രൈസുകൾ ഉയരാൻ കാരണമായത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $66.30 പെർ ബാരൽ എന്ന നിലയിൽ 0.21% ഇടിവിലാണ്. WTI ഉള്ളത് $63.36 പെർ ബാരൽ എന്ന നിലയിൽ 0.49% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. ഇന്നലെ 24,578 346 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 24,700 800 സോൺ ഇതോടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. തിങ്കളാഴ്ച അതിശക്തമായിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ആയതെങ്കിൽ അതിന് ഏകദേശം ഒരു 1/4 ഭാഗം വരുന്ന ഒരു റെഡ് ക്യാൻഡിലാണ് ഇന്നലെ ഫോം ആയിരിക്കുന്നത്. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500 മുതൽ 24,600 വരെയുള്ള സോണാണ്. ഷോർട്ട് ടേമിലേക്ക് ഇപ്പോഴും സെന്റിമെന്റ് ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് തുടരുന്നത്. മറ്റൊരു കാര്യമുള്ളത്, നിഫ്റ്റി ഇപ്പോഴും എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലെവൽ കൂടിയുള്ളത് തിങ്കളാഴ്ചത്തെ ലോ ആയിട്ടുള്ള 24,380 ആണ്.
ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സെല്ലിംഗ് പ്രഷർ വന്നു എന്ന് നമുക്ക് വിലയിരുത്താവുന്നതാണ്. റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് നമ്മൾ പറഞ്ഞ ആ ഒരു 24,700-800 സോൺ തന്നെയായിരിക്കും. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് 25,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,500 സ്ട്രൈക്കും അതിനുശേഷം 26,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000, അതിനുശേഷം 24,200 സ്ട്രൈക്ക്, അതിനുശേഷം 24,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500-ഉമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 24,550 സ്ട്രൈക്കിൽ 2% ഇടിവാണ് കാണുന്നത്. ഒരു ചെറിയൊരു ലോങ് അൺവൈൻഡിങ് ആണ് അവിടെ നടക്കുന്നത്. ഇനി കോൾ സൈഡിൽ 95% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,500 സ്ട്രൈക്കിൽ 25% ഇടിവാണ് കാണുന്നത്, ഒരു ലോങ് അൺവൈൻഡിങ് തന്നെ. കോൾ സൈഡിൽ 19% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,600 സ്ട്രൈക്കിൽ 0.4% ഇടിവാണുള്ളത്, വളരെ കുറഞ്ഞ ഒരു ലോങ് അൺവൈൻഡിങ് ആണ്. ഇനി കോൾ സൈഡിൽ 165% വർധനവ്, നല്ല ഒരു ഷോർട്ട് ബിൽഡപ്പ് അവിടെ കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സാണ് കുറച്ചുകൂടി ശക്തിയോടെ നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 54,940-ൽ 442 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് തിങ്കളാഴ്ചത്തെ ലോ ആയിട്ടുള്ള 54,550 പ്രധാനപ്പെട്ട ഡൗൺ സൈഡിലെ ഒരു സപ്പോർട്ട് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഡെയിലി സ്കെയിലിൽ ഒരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ഫോം ആവുന്നുണ്ട്, അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഫ്ലാഗിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് കൂടി ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ബാങ്ക് നിഫ്റ്റി എത്താനുള്ള സാധ്യതകളുണ്ട്. ഡൗൺ സൈഡിൽ ആ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ സ്ട്രൈക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 55,000-ഉം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 56,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 18.20 എന്ന നിലയിൽ 1.05% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഇവിടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ നൽകിയിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൽ നൽകുന്ന എല്ലാ പ്രധാനപ്പെട്ട എഡ്യൂക്കേഷണൽ വ്യൂസിൻ്റെയും അപ്ഡേറ്റുകൾ നമ്മൾ അവിടെ നൽകാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് അറിയാവുന്നതാണ്. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ലിങ്ക് കൂടി നൽകിയിട്ടുണ്ട്. ആർക്കെങ്കിലും പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.